ശശി തരൂർ MP വീണ്ടും വിദേശ പര്യടനത്തിന്. രണ്ടാഴ്ചയോളം നീളുന്ന പര്യടനത്തിൽ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ നയതന്ത്ര കൂടിക്കാഴ്ചകളും അജണ്ടയിലുണ്ട് എന്നാണ് വിവരം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ അത് വിശദീകരിക്കാൻ പോയ സംഘത്തിന്റെ തലവനായിരുന്നു ഡോക്ടർ ശശി തരൂർ MP. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തൊക്കെ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്, അത് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ കൂടി. ഇപ്പോൾ വീണ്ടും മറ്റൊരു വിദേശ പര്യടനം എന്ന വാർത്തയാണ് വരുന്നത്. അത് തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹം നിലവിൽ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനാണ്. അപ്പോൾ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം, വിവരങ്ങൾ എന്താണ്? പ്രജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ പര്യടനം നടത്തിയ ശശി തരൂരിന്റെ പല പ്രസ്താവനകളും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പാർട്ടി സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായായിരുന്നു തരൂർ ഈ വിദേശ പര്യടന വേളയിൽ നടത്തിയ പല പ്രസ്താവനകളും. ഇതിൽ പാർട്ടിക്ക് തന്നെ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ പാർട്ടി തരൂരിനെ വിലക്കാതെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാതെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ശശി തരൂർ വീണ്ടും ഒരു വിദേശ പര്യടനത്തിനായി ഒരുങ്ങുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ശശി തരൂർ സന്ദർശിക്കും. രണ്ടാഴ്ചയോളം നീളുന്ന പര്യടനമാണിത്. ഈ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ കൂടിയാണ് ശശി തരൂർ. ആ ഒരു സാഹചര്യത്തിൽ ഈ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒരു നയതന്ത്രതല കൂടിക്കാഴ്ചകൾ ഉണ്ടായേക്കും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നേരത്തെ ശശി തരൂരിന് ഒരു പ്രത്യേക പദവി നൽകാൻ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ വീണ്ടും ശശി തരൂർ ഒരു വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നത്. യെസ്, അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.